ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സഫീദ് ഗുഡ് എന്ന നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ചാണ്. സഫീദ് ഗുഡ് എന്നത് നിങ്ങളുടെ ആനുവൽ എക്സാമിൻ്റെ പോർഷൻസിലുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ നന്നായി പഠിക്കേണ്ടതാണ്. എന്തായാലും അതിൽ നിന്നൊരു 10 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വൺ വേർഡ് ആയിട്ടും അതല്ലാതെ ഡയറി ആയിട്ടോ ലെറ്റർ ആയിട്ടോ പിന്നെ അതുകൂടാതെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ സഹി പ്രസ്താവ് ചുൻകർ ലിഖെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. ഒരു കഹാനിയാണ് അല്ലേ, ഒരു ഗദ്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം പ്രത്യേകിച്ചും കോൺവെർസേഷൻ എന്ന് പറയണം. അപ്പോൾ ഇതൊരു കഹാനിയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്? ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് സഫീദ് ഗുഡ് എന്ന ചാപ്റ്റർ ഒരു കഹാനിയാണ്. സർവേശ്വർ ദയാൽ സക്സേനയുടെ കഹാനിയാണ് നമ്മുടെ സഫീദ് ഗുഡ്. അപ്പോൾ സഫീദ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ ചാപ്റ്റർ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മലയാളത്തിൽ ഈ ചാപ്റ്റർ എന്താണെന്നൊന്ന് പറയാം അല്ലേ. ഒരു കഹാനിയാണ്, കഥയാണ്. അപ്പോൾ ആ കഥ ഒന്ന് നമുക്ക് പറഞ്ഞിട്ട് പോയാലോ? അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ കഥയിൽ പ്രധാനമായും വരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഒരമ്മയും മകനുമാണ്. എന്ന് വെച്ചാൽ മകനാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ഓർത്തു വെക്കണേ, ഇതൊരു കഹാനിയാണ്. അതുകൊണ്ട് തന്നെ കഹാനിയിൽ ഒരു പ്രധാന കഥാപാത്രം ഉണ്ടാകുമെന്നറിയാലോ. ഇവിടെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ലഡ്ക എന്നാണ് കഹാനിയിൽ പറയുന്നത്. പ്രത്യേകിച്ച് പേരൊന്നും തന്നെ പറയുന്നില്ല. ഇനി കഥ തുടങ്ങുന്നത് ഇതാണ്. ഈ കടയിൽ സഫീദ് ഗുഡ്, വെള്ള ശർക്കര. അപ്പോൾ സഫീദ് ഗുഡ് എന്താണ്? വെള്ള ശർക്കര. ഈ വെള്ള ശർക്കര ഈ ഭരണിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചത് കണ്ടിട്ട് ഈ കുട്ടിക്ക് കൊതിയായി. അങ്ങനെ ഈ കുട്ടി അമ്മയോട് പറയുന്നു, അമ്മേ ശർക്കര വാങ്ങി തരുമോ, എനിക്ക് വെള്ള ശർക്കര കഴിക്കണം എന്ന് പറയുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു എന്നറിയാമോ? അമ്മയുടെ ഇവിടെ പ്രത്യേകം നമ്മുടെ കഥയിൽ പറയാണ്, അമ്മ കീറിയ വസ്ത്രം തുന്നുകയായിരുന്നു എന്ന്. അപ്പോൾ അവിടെ കാണിക്കുന്നത് എന്താണ്? ദാരിദ്ര്യത്തെയാണ് കാണിക്കുന്നത്. അമ്മ കീറിയ വസ്ത്രം വരെ തുന്നി ഉപയോഗിക്കുന്ന അത്രയും പണത്തിന് അത്യാവശ്യമുള്ളൊരു വീടാണ്, ദാരിദ്ര്യമാണ്. അങ്ങനെ ഈ കുട്ടി വന്ന് ചോദിക്കുമ്പോൾ അമ്മ കൊടുക്കുന്ന മറുപടി ഒന്നും തന്നെ പറയുന്നില്ല. അമ്മ ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ മുകളിലേക്ക് നോക്കുന്നത് കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് എന്നറിയാമോ? അമ്മയ്ക്ക് സാധിക്കില്ല. അപ്പം നമ്മൾ പറയില്ലേ മൗനം സമ്മതം എന്നൊക്കെ പറയുന്ന പോലെ, അമ്മ മുകളിലേക്ക് നോക്കിയിട്ട് ഒരു കൈയൊഴിയുന്ന പോലെ എന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്ന രീതിയിലാണ് അമ്മ മുകളിലേക്ക് നോക്കിയത്. പക്ഷേ ഈ കുട്ടിയുടെ ഉള്ളിലോ അതിയായ ആഗ്രഹമാണ്. നിങ്ങളൊക്കെ എന്തൊക്കെ കഴിക്കാൻ ഇതുപോലെ ആഗ്രഹിക്കാറുണ്ട് അല്ലേ? പാരൻസിനോട് പറയാറുമുണ്ട്. ചിലരൊക്കെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാറുണ്ട്. ചിലർ നിങ്ങൾക്ക് വീക്കെൻഡിൽ കൊണ്ടുപോയി വാങ്ങിത്തരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ കുട്ടിയുടെ അവസ്ഥയെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ആ കുട്ടിയുടെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളാണ് എന്നുണ്ടെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മ സാധിക്കില്ല എന്ന് പറഞ്ഞല്ലോ, പറഞ്ഞിട്ടില്ല. പക്ഷെ കുട്ടിക്ക് കാര്യം മനസ്സിലായി. അമ്മ മുകളിലേക്ക് നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ ആ നോട്ടത്തിൽ ഈശ്വരനിൽ അർപ്പിക്കുകയായിരുന്നു അമ്മ. ഞാൻ എന്ത് ചെയ്യാനാണ് മോനെ എന്ന നിസ്സഹായ അവസ്ഥയോടുകൂടിയാണ് അമ്മ മുകളിലേക്ക് നോക്കുന്നത്. ഇത് കാര്യം മനസ്സിലാക്കിയ മകൻ തിരിച്ച് പോകുന്നു. ഒരു നിമിഷം അവനിങ്ങനെ മനസ്സിൽ തോന്നി, അമ്മയുടെ പോക്കറ്റിൽ, അമ്മയുടെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ചാലോ എന്ന് വെച്ചാൽ അവൻ അത്രയ്ക്കൊരു കൊതിയായിരുന്നു ഒരു വെള്ള ശർക്കര കഴിക്കാനായിട്ട്. അപ്പോൾ അവൻ്റെ മനസ്സിലാണെങ്കിൽ ആ ശർക്കര തന്നെയാണ് അവൻ കാണുന്നത്. അമ്മയുടെ പേഴ്സിൽ നിന്ന് മോഷ്ടിച്ചാലോ എന്നവന് ഒരു എന്താ പറയുക, ആ ഒരു കൊതി കൊണ്ട് തോന്നിയെങ്കിലും ആ സെക്കൻഡിൽ തന്നെ അവൻ മാറി ചിന്തിച്ചു, ഇല്ല, ഈശ്വരൻ അത് ശരിയല്ല അല്ലേ, ഈശ്വരനോട് അത് പാപമാണ്, എനിക്ക് കുറ്റം കിട്ടും എന്ന രീതിയിൽ അവൻ തിരിച്ച് ചിന്തിക്കുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചതിൽ എന്നോട് ക്ഷമിക്കൂ എന്ന് അവന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് അവൻ ഈശ്വരൻ്റെ കാര്യം ഓർത്തത്. അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഈശ്വരൻ നൽകും. ഈശ്വരൻ അത്രയും വലിയവനാണ്, എല്ലാം നൽകാൻ കഴിവുള്ളവനാണ്. ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു ആവശ്യം ഈശ്വരന് പരിഗണിക്കാൻ സാധിക്കില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ആൺകുട്ടി പൂജാമുറിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നതിനിടയിൽ അമ്മ വിളിക്കുന്നു കുട്ടിയെ. എന്നിട്ട് പറയുന്നു, മോനെ കടയിൽ പോയി ഉപ്പ് വാങ്ങി വരൂ. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പ്രതീക്ഷ കൊടുത്തു. എന്താണ്? ഈശ്വരനായിട്ടൊരു സന്ദർഭം ഉണ്ടാക്കിയതാണ് കടയിൽ പോകാൻ. അല്ലാതെ എങ്ങനെ ഇത്രയും നേരം പറയാത്ത അമ്മ കടയിൽ പോകാൻ പറഞ്ഞു. അവൻ വേഗം പോയിട്ട് ഉപ്പ് വാങ്ങാനായിട്ട് കടയിലേക്ക് പുറപ്പെട്ടു. അപ്പോഴൊക്കെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു,
എന്താ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് എവിടുന്നെങ്കിലും ഒരു 8 അണ കിട്ടിയാൽ എനിക്ക് എന്താകും? എനിക്ക് ശർക്കര വാങ്ങാൻ സാധിക്കും. ഈശ്വര, എനിക്ക് എവിടുന്നെങ്കിലും ഒരു 8 അണ കിട്ടണേ കിട്ടണേ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുട്ടി നടന്നു പോകുന്നു. അങ്ങനെ കുറേ സന്ധ്യയായിട്ടുണ്ട് സമയം. അവൻ ഒരു പള്ളിയുടെ അടുത്തെത്തി, മസ്ജിദിൻ്റെ അടുത്തെത്തി. അവൻ അവിടെ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ എന്താണ്, ഇങ്ങനെ താഴെ കട്ടയിട്ട വഴിയാണ്. അവിടെ ഇരുന്നിട്ട് അവനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ബാങ്ക് കൊടുത്തു. ഒരു ഇരുടായിട്ടുണ്ട്, എന്നാൽ വെളിച്ചം മുഴുവൻ പോയിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു സമയം അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൈ നിലത്ത് വെച്ചപ്പോൾ അവൻ എന്തോ ഒരു അനുഭവപ്പെട്ടു. അവിടെ എന്തോ ഒന്നുണ്ട്. നോക്കുമ്പോൾ ഒരു 8 അണ. അവൻ അതും എടുത്ത് കടയിലേക്ക് ഓടി. അവനാകെ സന്തോഷമായി. അത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയല്ലോ. അങ്ങനെ ആ കുട്ടി അതിയായി ആഗ്രഹിച്ച് കടയിലെത്തി. 8 അണയ്ക്ക് സഫേദ് ഗുഡ് എന്ന് പറഞ്ഞ് കടയിലേക്ക് അയാൾ ഇരിക്കുന്ന സീറ്റിലേക്ക്, മേശയുടെ അടുത്തേക്ക് ഈ 8 അണ ഇട്ട് കൊടുത്തു. ഈ 8 അണ പോയി വീണത് ഒരു മല്ലിയുടെ ഡബ്ബയിലാണ്, ധനിയാക്കെ ഡിബ്ബേമേ. അതിൽ അദ്ദേഹം കുറേ തിരഞ്ഞു. 8 അണ അദ്ദേഹം എന്തോന്ന് വന്ന് വീഴുന്നത് കടക്കാരൻ കണ്ടിട്ടുണ്ട്. തിരഞ്ഞ് കയ്യിൽ കിട്ടി നോക്കുമ്പോൾ അതൊരു കല്ലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, മോനെ ഇത് പണമല്ലല്ലോ, ഇത് കല്ലാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഈ കുട്ടി പറയുന്നു, ഞാൻ 8 അണ അതിലിട്ടു അല്ലേ, 8 അണ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി ആകെ നിരാശിതനായി. അപ്പോൾ കടക്കാരൻ ഈ കുട്ടിയെ കണ്ടിട്ട് ചോദിക്കുകയാണ്, എങ്കിൽ പണം പിന്നെ തന്നാൽ മതി, ശർക്കര കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ ആ കുട്ടി അത് സ്വീകരിക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നു, പണം വേണ്ട, എന്നാൽ എൻ്റെ വക ഒരു കഷ്ണം ശർക്കര എടുക്കൂ എന്ന് പറഞ്ഞ് കടക്കാരൻ വച്ച് നീട്ടുമ്പോഴും കുട്ടി അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. കഹാനിയുടെ അവസാനം പറയുന്നുണ്ട്, ഞാൻ ഈശ്വരനോടാണ് ചോദിച്ചത്, അല്ലാതെ കടക്കാരനോടല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സഫേദ് ഗുഡ് എന്ന കഹാനി. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യമുണ്ട്. ഒരു കഷ്ണം ശർക്കരയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ, നമ്മൾ ഈ ശർക്കര നമ്മൾ മിഠായി പോലെ കഴിക്കുന്ന ഒന്നല്ല, നമ്മൾ പലഹാരത്തിലോ പായസത്തിലോ ഒക്കെ ചേർക്കുന്ന ഒന്നാണ് ഇപ്പം എനിക്കും നിങ്ങൾക്കൊക്കെ. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ച് ഒരു സമയമുണ്ടായിരുന്നു, കുട്ടികൾക്ക് അതായിരുന്നു അവരുടെ ഒരു ചോക്ലേറ്റ് പോലെ പ്രിയപ്പെട്ടത്, മധുരമുള്ള അല്ലെ, വെള്ള ശർക്കര ഒക്കെ അങ്ങനെ കഴിച്ചിരുന്നവരുമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരുപാട് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, അത് കിട്ടും എന്ന് പോലും പ്രതീക്ഷിച്ചു, കടയിലെത്തി. ആ സമയത്താണ് അവിടെ വെച്ച് എല്ലാം അങ്ങോട്ട് മറയുന്നു. കുട്ടി പ്രതീക്ഷിച്ച 8 അണ അല്ലായിരുന്നു കടയിലെത്തിയപ്പോൾ കണ്ടത് അല്ലേ. എന്തുമാത്രം നിരാശിതനായിട്ടുണ്ടാകും. ഇനി നമ്മളോട് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലഡ്കെ കി ഗുഡ് ഖാനെ കി ഇച്ഛ സഫൽ നഹി ഹുയി. എന്താ പറയുന്നത്? ഇവിടെ കഥയിലെ ആൺകുട്ടിക്ക് ഗുഡ് ഖാനേക്ക് ശർക്കര കഴിക്കുവാനുള്ള ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹം. സഫൽ നഹി ഹുയി, സഫലമായില്ല. ഉസ്കെ വിചാരോം കോ ഡയറി കെ രൂപമേ ലിഖെ, അവൻ്റെ ചിന്തകളെ ഡയറിയുടെ രൂപത്തിൽ എഴുതൂ. അപ്പം നമ്മളിവിടെ താരീഖ് കൊടുത്തു. എന്താ എഴുതാം? ആജ് മേ ബഹുത് നിരാശ് ഹും, ഇന്ന് ഞാൻ വളരെയധികം നിരാശിതനാണ്. ക്യൂങ്കി മേരെ പസന്ത് കെ സഫേദ് ഗുഡ് ദേഖ്തേ ഹി മാസേ കഹ, അല്ലേ? എന്താണ്? സഫേദ് ഗുഡ് കണ്ടപ്പോൾ തന്നെ അമ്മയോട് പോയി പറഞ്ഞു. ലേക്കിൻ കോയി ഫായദ നഹി നിക്ലി, പക്ഷേ കോയി ഫായദ എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരം, ഒരു ഉപകാരവും ഉണ്ടായില്ല. മാക്കെ ബട്ടുവേ സെ, ബട്ടുവേ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പേഴ്സ്, അമ്മയുടെ പേഴ്സിൽ നിന്ന് പേസെ ചുരാനേക്ക, ചുരാന മോഷ്ടിക്കുക, ചുരാനേക്ക ഖ്യാലായ, അല്ലെ? അങ്ങനെ ഒരു ചിന്ത വന്നു. ആത്തേ വക്ത്, അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ തന്നെ ഉസ് ബൂരി ആദത് പർ ക്ഷമാ മാങ്ക, ആ ഒരു മോശം ശീലത്തിനോട് ഞാൻ ഈശ്വരനോട് ക്ഷമ ചോദിച്ചു. തബ് ഈശ്വർ കാ ഖ്യാലായ, ആ സമയത്താണ് ഞാൻ ചിന്തിക്കുന്നത്, ഈശ്വരൻ എല്ലാം സാധിക്കുന്നവനല്ലേ. മന്മേ ഏക്ക് ഉത്സാഹ് ആകയ, അങ്ങനെ ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ മനസ്സിലേക്ക് ഒരു ഉത്സാഹം വന്നു. നമ്മളങ്ങനെ എന്തെല്ലാം പ്രാർത്ഥിച്ചു അല്ലേ? പരീക്ഷ മാറ്റി വെക്കണേ എന്നും, സ്കൂൾ തുറക്കരുതേ എന്നും, മഴ നിൽക്കരുതേ എന്നും, അവധി ഉണ്ടാകണേ എന്നും, ഇങ്ങനെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് ഒരു ഉത്സാഹം വന്നു, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമല്ലോ.
ഏസാ കുച്ച് ബി നഹി. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, അവൻ പറയാണ് ഏസാ കുച്ച് ബി നഹി, അമ്മ ഇങ്ങനെയാണ് അവനെ പഠിപ്പിച്ചിരുന്നത്. ജോ ഈശ്വർ ന കർ സക്കേ, ഈശ്വരന് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. तो क्या वह थोड़ा सा गुड नहीं दिला सकता. അപ്പോൾ ഈ കുട്ടി ചിന്തിച്ചു, കഥയിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഈശ്വരൻ എന്താ തോടാ സ ഗുഡ് നഹി ദിലാ സക്ത, കുറച്ച് ശർക്കര തരാൻ സാധിക്കില്ലേ. ഇസി വിചാർ സെ പൂജ കർണേ ബേട്ട, ഈ ചിന്തയോടുകൂടി ഞാൻ പൂജ ചെയ്യുവാൻ വേണ്ടിയിരുന്നു. തബി മാനെ ബാസാർ സെ നമക് ലേ ആനെ കോ കഹ, ആ സമയത്താണ് അമ്മ ബാസാർ സെ അല്ലെ ബാസാർ മാർക്കറ്റിൽ പോയിട്ട് നമക് ലേ ആനെ കോ കഹ, നമക്ക് എന്താണ് ഉപ്പ് വാങ്ങിക്കൊണ്ടുവരുവാൻ പറഞ്ഞത്. ബാസാർ കി ഓർ ചൽത്തെ വക്ത്, ചൽന എന്ന് പറഞ്ഞാൽ എന്താ, നടക്കുമ്പോൾ മസ്ജിദ് കെ പാസെ അഠണ്ണി മിലി, മസ്ജിദ് എന്താണ് പള്ളിയുടെ അടുത്ത് വെച്ച് അവന് 8 അണ കിട്ടി. ജറൂർ ഈശ്വരനെ ദിയാത്ത, അപ്പോൾ അവൻ പറയാ ശരിക്കും അത് ഈശ്വരൻ നൽകിയതാണ്. ലേക്കിൻ പൻസാരി കി ദുകാൻ കെ ധനിയെ കെ ഡിബ്ബെ മേ ഗയി അഠണ്ണി കേസെ അപ്രത്യക്ഷ ഹുയി. പക്ഷേ ആ കടയിലെത്തി, പലചരക്ക് കടയിലെത്തി, പൻസാരിയുടെ അയാളുടെ കടയിലേക്ക് ഇങ്ങനെ പലചരക്ക് കടയിലേക്ക് ഇട്ടുകൊടുത്ത ആ മല്ലിയുടെ ഡബ്ബയിൽ വീണ 8 അണ എങ്ങനെ അപ്രത്യക്ഷമായി. മേ ഈശ്വർ ഹേ ഈശ്വർ തുമ്നെ മേരെ സാത്ത് ഏസാ ക്യൂ കിയ. അപ്പോൾ അവസാനം ആ കുട്ടി ചോദിക്കുന്നത് എന്താണ്, ഈശ്വര നീ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, അല്ലേ, എന്തുമാത്രം ഞാൻ നിന്നെ വിശ്വസിച്ചു, എത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ടും എനിക്കൊരു കഷ്ണം ശർക്കര തന്നില്ലല്ലോ എന്നാണ് ആ കുട്ടിയുടെ പരാതി. ആരോടാണ് പരാതി, ആരോടാണ്? ആ ഒരു വിശ്വാസത്തിനാണ് അവിടെ കളങ്കം സംഭവിച്ചത്. അവനൊരു പരാതി അല്ലേ, അതുകൊണ്ടാണ് അവസാനം പറയുന്നത് ഞാൻ കടക്കാരനോടല്ല, ഞാൻ ആരോടെ ചോദിച്ചിട്ടുള്ളൂ, ഈശ്വരനോടെ ചോദിച്ചിട്ടുള്ളൂ. ലഡ്കാൻ നമക് ഖരീദിനെ ദുഖാൻ ഗയ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കോൺവെർസേഷൻ ആണ്. ലഡ്ക ഈ കുട്ടി കടയിൽ പോയി. രാസ്തേ മേ ഉസേ അട്ടണ്ണി മിലി, വഴിയിൽ അവന് 8 അണ കിട്ടി. അട്ടണ്ണി സെ ഉസ്നെ ഗുഡ് ഖരീദന ചാഹ, ആ 8 അണയ്ക്ക് അവൻ ശർക്കര വാങ്ങാൻ ആഗ്രഹിച്ചു. ലേക്കിൻ വഹ് ഗുഡ് ഖരീദ് നഹി സക്ക, പക്ഷേ അവൻ ആ ശർക്കര വാങ്ങാൻ സാധിച്ചില്ല. ഇസ് പ്രസംഗ് പർ ദുകാൻദാർ ഓർ ലഡ്കെ കെ ബീച്ച് കി സംഭാവിത ബാത്ചീത് ലിഖെ. ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഈ ഒരു സന്ദർഭം, കടക്കാരനും കുട്ടിയും 8 അണ കാണുന്നില്ല, ആ സന്ദർഭത്തെ വെച്ചിട്ട് ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുവാനാണ് ചോദ്യം. ദുക്കാൻദാർ ബേട്ട അട്ടണ്ണി കഹാ ഹേ. അപ്പോൾ ചോദിക്കുക ദുക്കാൻദാർ, മോനെ എവിടെ, 8 അണ എവിടെ? അപ്പോൾ ലഡ്ക വഹാം ധനിയെ കെ ഡിബ്ബേ മേ, അവിടെയുണ്ട് ധനിയയുടെ ഡിബ്ബയിൽ. ദുക്കാൻദാർ ലേക്കിൻ യേ തോ കപ്ഡാ ഹേ. ശ്രദ്ധിക്കണേ, നമ്മൾ കപ്പട എന്ന് പഠിച്ചിട്ടുണ്ട്. കപ്പട എന്ന് പറഞ്ഞാൽ എന്താ, വസ്ത്രം. ഇവിടെ എന്താണ് കപ്പട, അപ്പൊ എന്താണത്, കല്ല് എന്നാണ് അർത്ഥം കേട്ടോ. ലഡ്ക സിർഫ് നമക് ദീജിയേ. അപ്പോൾ അങ്ങനെ അത് കല്ലാണെന്ന് കണ്ടപ്പോൾ എന്നാ ഇനി എന്ത് തന്നോളൂ, വെറും ഉപ്പ് മാത്രം മതി. ദുക്കാൻദാർ ഗുഡ് ലേലോ ബേട്ട, ശർക്കര കൊണ്ടുപോയിക്കോളൂ. ലഡ്ക പൈസ നഹി, അല്ലേ പൈസ ഇല്ല. ദുക്കാൻദാർ കോയി ബാത് നഹി ബേട്ട പൈസ മത് ദേന, നീ പണം തരണ്ട. മേരി ഓർ തോടാ ലേലോ, എൻ്റെ വക കുറച്ച് വെച്ചോളൂ. അപ്പോഴും ലഡ്ക എന്ത് പറയുന്നു, നെഹി എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ആൻസറിൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഡയറിയിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ കഹാനിയുടെ ഒരു സമ്മറി തന്നെ ഉണ്ട് അല്ലേ, എന്താണ് അതിൻ്റെ ചുരുക്കം എന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഈ 2 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അതിനോടൊപ്പം പറയാനുള്ളത് 15-ാം തീയതി ഹിന്ദിയുടെ ലൈവ് ഉണ്ട്. ഈ ലൈവ് ക്ലാസ്സിൽ നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ പോർഷൻസിലുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യുക. ഇത്തരം വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.